പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് മാർ സിറിൽ വാസൽ പിതാവിന്റെ സ്ലോവാക് ഭാഷയിലുള്ള അഭിമുഖത്തിന്റെ കൃത്യമായ വിവർത്തനത്തിന്റെ ബാക്കി ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. 2023 ഡിസംബർ 7 തന്റെ വീഡിയോ സന്ദേശത്തിൽ വൈദികരെയും വിശ്വാസികളെയും അസാധാരണവും വ്യക്തവുമായ രീതിയിൽ ഫ്രാൻസിസ് പാപ്പ അഭിസംബോധന ചെയ്തു. ക്രിസ്തുമസിന് മുമ്പുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്കുള്ള സന്ദർശന വേളയിൽ പരിശുദ്ധ പിതാവിന്റെ ഈ അഭ്യർത്ഥന താൻ വ്യക്തമായി വിശദീകരിച്ചു. അവിടെ 100 മണിക്കൂറിലധികം മീറ്റിംഗുകളിൽ പ്രായോഗികമായി എല്ലാ വൈദികരുമായും ഡസൻ കണക്കിന് സന്യാസ സമൂഹങ്ങളും വിശ്വാസികളുമായി താൻ സംവാദനം നടത്തി. അവിടെ 100 മണിക്കൂറിലധികം മീറ്റിംഗുകളിൽ പ്രായോഗികമായി എല്ലാ വൈദികരുമായും സന്യാസ സമൂഹങ്ങളും വിശ്വാസികളുമായും താൻ സംവാദം നടത്തി. എന്നിരുന്നാലും ഈ സംഭാഷണത്തിന്റെ ഫലങ്ങൾ വളരെ കുറവായിരുന്നു. 2024 ജനുവരിയിൽ സഭയുടെ പുതിയ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 2024 മെയ് മാസത്തിൽ മേജർ ആർച്ച് ബിഷപ്പും ബിഷപ്പുമാരുടെ സ്ഥിരം സിനഡിലെ അംഗങ്ങളും റോം സന്ദർശിച്ചു. അവിടെ പരിശുദ്ധ പിതാവുമായി ഒരു കൂടിക്കാഴ്ചയും നടന്നു. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയും പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിക്കാസ്റ്ററി പ്രിഫെക്റ്റുകളുമായുള്ള മറ്റൊരു മീറ്റിംഗിൽ താനും പങ്കെടുത്തു. ഈ യോഗങ്ങളിലെല്ലാം നിർദ്ദേശിച്ചത് പരിശുദ്ധ മാർപ്പാപ്പ അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത സ്ഥിരീകരിച്ചു. ഇതിൽ നിന്ന് പുറകിലേക്ക് പോകാൻ സാധിക്കില്ലെന്നും പറഞ്ഞു. ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിലവിൽ തുടർന്നുള്ള ഭരണപരമായ നടപടികൾ മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും അധികാരത്തിൽ മാത്രമായതുകൊണ്ട് തനിക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഉത്തരവ് ലഭിച്ചിട്ടില്ല. തന്റെ നിയമന ഉത്തരവും അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും പരിഷ്കരിക്കുകയോ വിപുലീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതിനാൽ തനിക്ക് മുമ്പ് ലഭിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തുടരുകയും പതിവായ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നത് തുടരുകയും വീഡിയോ കോൺഫറൻസുകൾ, ഫോൺ കോളുകൾ, ഇമെയിലുകൾ എന്നിവയിലൂടെ മേജർ ആർച്ച് ബിഷപ്പ്, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, പെർമനന്റ് സിനഡ് എന്നിവരുമായി പതിവായി ആശയവിനിമയം നടത്തുകയും മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു വരികയാണ്. ഈ മാർഗങ്ങളിലൂടെ തങ്ങൾ ഒരു പൊതു സമീപനം, അതിന്റെ വിവിധ രീതികൾ, ആവശ്യമുള്ള ലക്ഷ്യത്തിൽ എത്തുന്നതിനുള്ള ഘട്ടം ഘട്ടമായുള്ള സഭാപരമായ നടപടിക്രമങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നു. സിറിൽ വാസൽ പിതാവിനെ ഇന്ത്യയിലേക്ക് അയച്ച സാഹചര്യത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയായിരുന്നു. നിയമാനുസൃതമായി അധികാരികളോടും അവരുടെ നിർദ്ദേശങ്ങളോടും അനുസരണക്കേട് കാണിച്ച് സഭയുടെ ഐക്യത്തെ നഗ്നമായും കുറ്റകരമായും തകർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരമുള്ള ഒരു പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ നടക്കുന്നു. ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഏകീകൃത ബലിയർപ്പണം നടത്തുന്ന സിനഡൽ രീതി ഭാഗികമായെങ്കിലും നടപ്പിലാക്കാൻ തുടങ്ങിയ വൈദികർക്കെതിരെ നിലവിൽ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. ഇത് മറ്റു ദിവസങ്ങളിലെ ജനാഭിമുഖ കുർബാനയ്ക്കും ജനാഭിമുഖ കുർബാനയോട് കൂടിയുള്ള മറ്റു കൂദാശകൾക്കും നിയമസാധുത നൽകുന്നില്ല. എന്നാൽ പുരോഹിതന്മാർക്കെതിരെ ആവശ്യമായ ശിക്ഷാ നടപടികൾ പ്രയോഗിക്കുന്നതിൽ ഒരു താൽക്കാലിക നിയന്ത്രണം മാത്രമാണ് സാധൂകരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് കുറെ പുരോഹിതന്മാർ ഈ ഭാഗികമായ രീതിയിൽ ഔദ്യോഗികവും നിയമപരവുമായ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമായ ഏകീകൃത കുർബാന ക്രമേണ നടപ്പിലാക്കാനുള്ള ശ്രമം കാണിക്കുകയും ദൗർഭാഗ്യകരമായ സഭയിൽ നിന്ന് ഭിന്നിച്ചു പോകുന്നതിനും ശീശ്മയിൽ ഉൾപ്പെടുന്നതുമായ നടപടികൾ ഒഴിവാക്കാൻ നോക്കുകയും ചെയ്യുകയാണ്. ബിഷപ്പുമാരുടെ സിനഡ് നിർദ്ദേശിച്ച ആരാധനാക്രമ നിയമങ്ങൾക്ക് അനുസൃതമായ ഏകീകൃത ബലി അർപ്പിക്കുവാൻ ശാഠ്യപൂർവ്വം വിസമ്മതിക്കുന്ന മറ്റു വൈദികർ പ്രായോഗികമായി ശീശ്മയിൽ അഥവാ സഭാപരമായ ഭിന്നിപ്പിൽ സ്വയം പ്രതിഷ്ഠിക്കുന്നു. അവർക്ക് സഭയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് കൂദാശ വിലക്കുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓഗസ്റ്റ് മാസത്തിൽ സീറോ മലബാർ സഭയുടെ മെത്രാൻ സംഘത്തിന്റെ പരമോന്നത സിനഡൽ യോഗത്തിൽ തുടർ നടപടികൾക്ക് ധാരണയുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതാണ് സിറിൽ വാസൽ പിതാവിന്റെ ഇന്റർവ്യൂവിന്റെ സാരാംശം.